സെൽസ് ഇൻ പാരലൽ. സീരീസ് നമ്മൾ പഠിച്ചു. പോസിറ്റീവിൻ്റെ അടുത്ത് നെഗറ്റീവ് കൊടുക്കുന്ന ആ ഒരു കോമ്പിനേഷനാണ് സീരീസ്. പാരലൽ കോമ്പിനേഷനിൽ രണ്ട് സെൽസ് പാരലലായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ പോസിറ്റീവിൽ തന്നെ മറ്റേതിൻ്റെ പോസിറ്റീവ് കൊടുക്കുക, അതിൻ്റെ നെഗറ്റീവിൽ തന്നെ മറ്റേതിൻ്റെ നെഗറ്റീവ് കൊടുക്കുന്ന അവസ്ഥയാണ്. പോസിറ്റീവ് കറണ്ട്, നെഗറ്റീവിലേക്ക് കറണ്ട് വരുന്നു. രണ്ട് സെൽസാണ്, EMF E1 E2, ഇന്റേണൽ റെസിസ്റ്റൻസ് R1 R2. പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ V ആണെങ്കിൽ ഇവിടെയും ഇറ്റ് വിൽ ബി V, ബട്ട് വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി നമുക്കറിയാം, കറണ്ട് ആണ് I1, ഹിയർ ഇറ്റ് ഈസ് I2. ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണോ വേരി ചെയ്യുന്നത് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. I is equal to I1 plus I2. ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ നേരത്തെ പഠിച്ച സെൽസിൻ്റെ ബേസിക് ഇക്വേഷൻ എടുക്കുന്നു. ബേസിക് ഇക്വേഷൻ നമുക്കറിയാം, V is equal to E minus IR. അപ്പോൾ ഐയുടെ വാല്യൂ എന്ത് കിട്ടുമെന്ന് നോക്കാം. I എന്ന് പറയുന്ന ഈ ടേം ആണല്ലോ. ഇതിനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ, മൈനസ് IRനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ എന്താവും? IR is equal to ഈ വിയെ നമ്മൾ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. പ്ലസ് V ഇപ്പുറത്തോട്ട് വരുമ്പോൾ E മൈനസ് V. ഓക്കെ, സോ വാട്ട് ഈസ് I? കറണ്ട് E മൈനസ് V the whole divided by R. ക്ലിയർ ആണല്ലോ? സോ വാട്ട് ഈസ് I1? I1 is equal to E1 മൈനസ് V1 പറയത്തില്ല. എന്തുകൊണ്ട്? വോൾട്ടേജ് റിമൈൻസ് കോൺസ്റ്റന്റ്, V by R1. സോ വാട്ട് ഈസ് I2? I2 എന്താന്ന് പറഞ്ഞേ? E2 മൈനസ് V ഡിവൈഡഡ് ബൈ R2. ഇതിനെ നമുക്ക് ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാം. ഏത് ഇക്വേഷൻ? I is equal to I1 plus I2-നകത്ത് ഇട്ട് കൊടുക്കാം. I1-ന് പകരം ഇപ്പം കിട്ടിയത്, I2-ന് പകരം രണ്ടാമത് കിട്ടിയത്. ഓക്കെ, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. 1ലേക്ക് നമുക്ക് ഈ I1-ൻ്റെയും I2-ൻ്റെയും വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ യു ഗെറ്റ് I is equal to E1 by V by R1 plus E2 minus V by R2. ഈ R1 രണ്ട് ടേമിനും കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം റൈറ്റ് ഹാൻഡ് സൈഡിനെ. E1 by R1 മൈനസ് V by R1 പ്ലസ് E2 by R2 മൈനസ് V by R2. ഇനി അങ്ങോട്ട് സിംപ്ലിഫിക്കേഷൻസ് ആണ്. ഇതും E1 R1ഉം E2 R2ഉം അടുത്തെഴുതാം. ഇത് രണ്ടും കൂടെ അടുത്തെഴുതാം. കോമൺ ആയിട്ട് വരുന്നത് പുറത്തെടുക്കാം. എഴുതി നോക്കാം. We get I is equal to, അടുത്തെഴുതുകയാണ്, E1 by R1 പ്ലസ് E2 by R2 മൈനസ് രണ്ടിടത്തും കോമൺ ആയിട്ട് V ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം കോമൺ ആയിട്ട് എടുക്കുന്നതിന് മുമ്പ് മൈനസ് ഓഫ് V by R1 പ്ലസ് V by R2. ഞാൻ മൈനസ് മാത്രം വെളിയിലെടുത്തു. ഇനി ഇതിൽ നിന്ന് വിയും കൂടെ വെളിയിലെടുക്കാമല്ലോ. വിയും കൂടെ വെളിയിലെടുക്കുമ്പം എന്ത് കിട്ടും? I is equal to E1 by R1 പ്ലസ് E2 by R2 മൈനസ് ഓഫ് V into 1 by R1 plus 1 by R2. ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ ആണല്ലോ. ഇനിയും നമുക്ക് V ആണ്. V എന്ന് പറയുന്നത് ഈ ടേമിനെ നമ്മൾ മൈനസ് ഓഫ് V എന്ന് പറയുന്ന ടേമിനെ ഇപ്പുറത്ത് കൊണ്ടുവരണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരണം. ഐയെ ഇപ്പുറത്തും കൊണ്ടുവരണം. റീഅറേഞ്ച് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതണം. എഴുതാം. മാറ്റി എഴുതുമ്പം ഇതെല്ലാം അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ പാർട്ടാണ് കേട്ടോ. V into 1 by R1 plus 1 by R2 is equal to E1 by R1 plus E2 by R2 minus I. ഓക്കെ അല്ലേ? ഇനിയും ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. ഇതിനകത്ത് കിടക്കുന്ന ടേംസിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതിൽ നിന്ന് R1 R2ൻ്റെ ആ ടേം LCM എടുക്കുന്നു.
ഇവിടെ R1 R2 LCM എടുക്കും. LCM എടുക്കുമ്പോൾ എന്ത് വരും? V ഇൻറ്റു ഇത് LCM എടുക്കുമ്പോൾ R1 R2 ഇതിങ്ങോട്ട് വരും അല്ലേ? 1 ഇൻറ്റു R2 ദാറ്റ് ഈസ് R2 പ്ലസ് ഈ R1 അങ്ങോട്ട് പോകുമ്പോൾ R1 ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്ററിൽ മറ്റേതുപോലെ തന്നെ വരും R1 R2. R2 ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ 1 അല്ല E1 ഉണ്ട്. E1 R2 പ്ലസ് E2 R1 മൈനസ് I. വിയിലേക്ക് എത്തുകയാണ്. വോൾട്ടേജ് V ഇസ് ഈക്വൽ ടു ഈ ടേമിനെ ഈ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഇതിനെയും ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇത് ന്യൂമറേറ്റർ ഒരു ഫ്രാക്ഷൻ ആണ്, ഡിവൈഡ് ചെയ്താൽ നമുക്ക് വന്നേക്കുന്നത്. സോ നമുക്ക് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി നോക്കാം. എന്താ വരിക? V ഈസ് ഈക്വൽ ടു E1 R2 പ്ലസ് E2 R1 ബൈ R1 R2. അതാ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേം. ഇനി മറ്റേൻ്റെ റെസിപ്രോക്കൽ എടുക്കാം. റെസിപ്രോക്കൽ എടുക്കുക എന്ന് പറഞ്ഞാൽ R1 R2 ബൈ R1 പ്ലസ് R2 മൈനസ് കറണ്ടിനെ ഈ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ബൈ R1 പ്ലസ് R2. ഓക്കെ, ഇവിടെ R1 R2 ക്യാൻസൽ ആയിപ്പോകും. സോ വി ഗെറ്റ് V ഇസ് ഈക്വൽ ടു E1 R1 പ്ലസ് E2 R1 E1 R2 അല്ലേ? ഓക്കെ, ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 മൈനസ് I ഇൻറ്റു R1 R2 ബൈ R1 പ്ലസ് R2. നമുക്ക് നേരത്തെ എഴുതിയതുപോലെ തന്നെ ഇതിനെ ഈ ഇക്വലൻ്റ് എന്നും വിളിക്കാം, മൈനസ് I ഇൻറ്റു R ഇക്വലൻ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരലൽ ആവുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? R1 R2 ബൈ R1 പ്ലസ് R2. പക്ഷെ ഇവിടെ ഈ ഇക്വലൻറ്റിനോടൊരു ചെറിയ വ്യത്യാസം വന്നു. പാരലലായിട്ട് നമ്മൾ സെൽസ് കൊടുക്കുമ്പോൾ ആ എഫക്റ്റീവ് ബാറ്ററിയുടെ എഫക്റ്റ് അവിടെ ഇച്ചിരി കുറയാണ്. E1 R2 പ്ലസ് E2 R1 ബൈ R1 പ്ലസ് R2. സോ എന്താണ് ഈ ഇക്വലൻ്റ് എന്നും എന്താണ് R ഇക്വലൻ്റ് എന്നും എഴുതണം. R ഇക്വലൻ്റ് അറിയാൻ പാരലൽ കോമ്പിനേഷനിൽ R1 R2 ബൈ R1 പ്ലസ് R2. സ്മോൾ ലെറ്റർ R ആയെന്നേ ഉള്ളൂ, ഇന്റേണൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ട്. ഈ ഇക്വലൻ്റ് എന്താ കിട്ടിയത് നമുക്ക്? E1 R2 പ്ലസ് E2 R1 ബൈ R1 പ്ലസ് R2. ക്ലിയർ ആയോ? മറ്റേതുപോലെ തന്നെ നമ്മൾ ഫിഗർ മാറ്റി ഒരു ഒറ്റ ഫിഗറിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ സെല്ല് എന്തെഴുതണം? E1 E2 പകരം ഈ ഇക്വലൻ്റ് എന്നും R ഇക്വലൻ്റ് എന്നിട്ടും റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ.